ഹായ് എല്ലാ കൂട്ടുകാർക്കും കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഉള്ളൊരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അപ്പം അവിടെ പൊങ്കാല രാവിലെ ഉണ്ടായിരുന്നു. അത് നേദിക്കുന്നതാണ് കാണുന്നത്. ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും അധികം പിടിച്ചിട്ടില്ല, എന്നാലും ഞാൻ പിടിച്ച കുറച്ച് വീഡിയോകളും അതിൽ കുറച്ച് വിശേഷങ്ങളും പറയാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇത് ശരിക്കും ഈ അമ്പലം ഒരു എസ്റ്റേറ്റിൻ്റെ ഇടയിലാണ്. തേയില എസ്റ്റേറ്റുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നൊരു കുഞ്ഞമ്പലമാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കുഞ്ഞിലേക്ക് ഈ അമ്പലത്തിൽ ഉത്സവത്തിന് ഭയങ്കര ആളാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. ഞാനും ഈ അമ്പലത്തിൽ വന്ന് പൊങ്കാല ഇട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിലും എനിക്ക് ഈ ഒരു ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മറ്റൊരാൾ ചെയ്ത വീഡിയോ ഒരു കൂട്ടുകാരി എനിക്ക് അയച്ചു തന്നതാണ്. അപ്പം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു തിരക്കിലായിരുന്നു. വേറൊന്നുമല്ല, ഈ രാവിലെ പൊങ്കാല ഇട്ടവർക്കുള്ള പ്രഭാത ഭക്ഷണം നമ്മളാണ് സ്പോൺസർ ചെയ്തത്. അപ്പോൾ അത് കൊടുക്കുന്ന ഒരു തിരക്കിലായിരുന്നു. ഞങ്ങളത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സൈഡിൽ ഒരു ടേബിളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ പറഞ്ഞ് ആരെയും കൊണ്ട് വീഡിയോ ഒന്നും എടുപ്പിച്ചതൊന്നുമില്ല. നമ്മുടെ വീഡിയോ പിടിക്കണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീഡിയോ ഒന്നും ഇതിലില്ല. ശരിക്കും എനിക്ക് പറയണമെന്ന് തോന്നി, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അമ്പലങ്ങളിലോ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ സ്പോൺസർ ചെയ്യുക എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന കാര്യമൊക്കെ ചെയ്തത്. വേറൊന്നുമല്ല, ഞാൻ ഈ ഒരു വർഷം ഇവിടെ പൊങ്കാല ഇട്ട സമയത്ത് നമ്മൾ രാവിലെ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് വെള്ളമൊന്നും കുടിക്കാനില്ലാതെ ആകെ ബുദ്ധിമുട്ട് അനുഭവിച്ചായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് തോന്നി. ആരും വെള്ളം തരാനുമില്ല. പിന്നെ അവിടുന്ന് അടുത്തങ്ങ് കടകളില്ല. അവിടുന്ന് കുറച്ചും കൂടെ നടന്ന് ഫ്രണ്ടിൽ വന്നാൽ മാത്രമേ ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാലും നമുക്ക് കടയൊക്കെ ഉള്ളൂ, വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് പെട്ടെന്നൊരു വിഷമം തോന്നി. രാവിലെ ആരെങ്കിലും എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ. അങ്ങനെ നമ്മൾ ആ വർഷം തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേർന്നതാണ്. ഇതുപോലൊരു പൊങ്കാല നാളിൽ നമ്മൾ രാവിലത്തെ കാപ്പി പൊങ്കാല ഇടുന്നവർക്ക് തന്നേക്കാമെന്ന്. അപ്പോൾ 2 വർഷം മുമ്പ് നേർന്നതാണ്. അത് ഈ വർഷമാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ നമ്മളൊന്ന് പതുക്കെ മെച്ചപ്പെട്ട് വരുമ്പോൾ ചെയ്തേക്കാമെന്ന് പറഞ്ഞാണ്. അപ്പം മെച്ചപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വലുതായിട്ടൊന്നും മെച്ചപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ പറഞ്ഞതല്ലേ, അപ്പോൾ അത് നീ നിരിക്കൊണ്ട് പോകുന്നത് ശരിയായില്ല എന്ന് തോന്നി. അപ്പോൾ ചെയ്തേക്കാമെന്ന് തോന്നി. അങ്ങനെ ഈ വർഷം അത് ചെയ്തു. പിന്നെ വേറൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ വീഡിയോസൊന്നും എടുത്തില്ല. ആരും കൂടെ എടുക്കാനൊട്ട് പറഞ്ഞുമില്ല. നമുക്കൊട്ട് എടുക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് തന്നെ മനോഹരമായിട്ട് തന്നെ ഞങ്ങളത് നിറവേറ്റിയിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഫുഡൊക്കെ ചെയ്തത്. വീട്ടിൽ തന്നെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. പാത്രമൊക്കെ നമ്മൾ പുറത്തുനിന്ന് റെൻറ്റിനെടുത്തു. വലിയ പാത്രങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇഡ്ഡലി പാത്രമൊക്കെ വലിയ എണ്ണം കൂടുതലുള്ള ടൈപ്പൊക്കെ ഞങ്ങൾ റെൻറ്റിനെടുത്തു. അപ്പോൾ എല്ലാ പാത്രമൊക്കെ റെൻറ്റിനെടുത്ത് വീട്ടിൽ തന്നെ നമ്മൾ രാത്രിയും വെളുപ്പിനെയൊക്കെ ആയിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തു. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കൊടുത്തു. ഭക്ഷണമൊന്നും ബാലൻസ് വന്നില്ല, തികഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം പൊങ്കാലയുടെ ഒരു കണക്ക് മാത്രം അവർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു കണക്കിനാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയതും. നമുക്കങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കങ്ങനെ കണക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഇതെങ്ങനെയാണ് ഇത്ര എണ്ണം അങ്ങനെയൊന്നും നമുക്ക് ഒരു കണക്കൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊരു കണക്കുകളും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഏകദേശം ഒരു ഐഡിയയിൽ ചെയ്യുക ചെയ്തത്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ടൈമായി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നും ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണല്ലോ. പിന്നെ നമ്മളിങ്ങനെ ചെയ്തൊക്കെ വരുമ്പോഴേ നമുക്കിതൊരു താല്പര്യം തോന്നുന്നതും പിന്നെ അത് ആദ്യം നമ്മൾ കൊണ്ടുവച്ച നിമിഷം വരെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആളുണ്ട്, പക്ഷേ ഇതെങ്ങനെ തീരുമോ എന്നൊക്കെ ഉള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും അവിടുന്ന് വേറൊരു ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് ഘോഷയാത്രയുണ്ട്. ആ ഘോഷയാത്രയ്ക്ക് പങ്കെടുക്കാനായിട്ട് ഇവരെല്ലാം പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഓടി അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും കഴിക്കാൻ നിൽക്കുമോ, വെയിറ്റ് ചെയ്യുമോ, പോവോ എന്നൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ സമയത്തിനോട് എത്തുമോ അങ്ങനെയൊക്കെ നമുക്ക് കുറേ ബുദ്ധിമുട്ടൊക്കെ രാവിലെ തോന്നിയായിരുന്നു. പക്ഷേ എന്തായാലും നമ്മൾ കറക്റ്റ് സമയത്തിനോട് എത്തുകയും ചെയ്തു. എല്ലാവരും കഴിക്കാൻ വരികയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം തികഞ്ഞില്ലെന്ന് തന്നെ പറയണം. അതുപോലെ
ആളും തിരക്കും ഒക്കെ കൂടി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എവിടെ നിന്നൊക്കെയാണെന്ന് അറിയില്ല, ആൾക്കാർ ഇഷ്ടംപോലെ പാത്രമായിട്ട് നമ്മൾ കൊടുത്ത പാത്രം അല്ലാതെ വേറെ അവരുടെ കയ്യിലുള്ള പാത്രങ്ങളുമായിട്ട് വരെ വന്ന് ഇഡ്ഡലിയും സാമ്പാറും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്തു, എല്ലാം കൊടുത്തു. വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മളിവിടുന്ന് പിരിയുകയും ചെയ്തു. എന്തായാലും നമ്മൾ ആദ്യം ചെയ്യുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഭയങ്കര ഇതാണെന്നും പിന്നെ ഒരുപാട് പേർക്ക് സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നി. പിന്നെ നമ്മൾ അന്നദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയൊരു മഹാദാനമല്ലേ. അത് മേടിച്ച് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക്, ഞാനും കൊച്ചും ചേട്ടനും വീട്ടിൽ നമ്മൾ തന്നെയാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കിയത്. പിന്നെ അവസാനം കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് അച്ഛനൊന്ന് കയറി വന്നു ജസ്റ്റ്. ഇതെല്ലാം നമ്മൾ ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റി, അതാണ് അതിൻ്റെ ഒരു ഇത്. എന്തോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ആദ്യം ചെയ്യുന്നതും ഒരു തുടക്കമായിട്ട് ഇരിക്കട്ടെ. എന്തായാലും രാവിലെ വന്ന് വെളുപ്പാങ്കാലത്ത് 5 മണി തൊട്ട് അവിടെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് നിൽക്കുന്നതാണ്. 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അടുപ്പ് കത്തിക്കും. അപ്പോൾ ആ ഒരു അത്രയും ടൈമിങ്ങിൽ വന്ന് നിന്ന് വിശന്ന് നിന്ന് വെള്ളം പോലും കുടിക്കാൻ നിൽക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിൽ തോന്നിയപ്പോൾ നമ്മളത് നേർന്നു. എന്തായാലും അത് നടത്തി. വളരെ സന്തോഷം തോന്നി. എല്ലാവരും കഴിച്ച് നമ്മളോട് നന്ദിയും സ്നേഹത്തോട് വന്ന് പെരുമാറുകയൊക്കെ ചെയ്ത് കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം നമുക്ക് തോന്നി. കാരണം നമ്മൾ ഇതുവരെ ചെയ്തില്ല, അതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങനെ ഒരു സംഭവം, ഞാനായാലും നമ്മൾ ഒരുമിച്ചായാലും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കത് ഭയങ്കര ഇതായിരുന്നു. അതിൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു പോയി. പിന്നെ വീഡിയോസൊന്നും അങ്ങനെ എടുപ്പിച്ചിട്ടുമില്ല, എടുക്കാനും പറ്റില്ല. ഈ ഒരു കുറച്ച് വീഡിയോസ് മാത്രം എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് ഇട്ട് തന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ.